ശരീരം. അതുകൊണ്ടാണ് പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവൻ വെടിഞ്ഞു കഴിഞ്ഞിട്ടും ഈ ശരീരം അത് പിന്നെ ഒരു ശവമാണ്. അപ്പോൾ ഈ ശരീരം കൊണ്ട് പലതിനും ഉപകാരം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മെഡിക്കൽ കോളേജിലൊക്കെ ആണെങ്കിൽ സ്റ്റുഡൻസിന് ലിഖിതം കുറിച്ച് അവർക്ക് പഠിക്കാനൊക്കെ ഒരു ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ ശരീരം എൻ്റെ മരണത്തിന് ശേഷം അടുത്തുള്ള മെഡിക്കൽ കോളേജിൽ കൊടുക്കുക, അവർക്കത് പഠിക്കാനൊക്കെ സാധിക്കുമല്ലോ. അതാണ് ഞാൻ എൻ്റെ ഒരു വില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളോടും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചികിത്സിക്കാനോ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യാനോ ഇത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. കാരണം ഞാനിപ്പോൾ തന്നെ 78 ആയി. ഇനിയിപ്പോൾ വലിയ കോഴ്സ് അത്രേ ഉള്ളൂ. പിന്നെ അതിനുവേണ്ടി നമ്മുടെ ജീവിതം പ്രൊളോങ് ചെയ്യിക്കാനൊക്കെ ഇതിന് ശേഷം നമ്മൾ പൈസ കളയേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് പാവപ്പെട്ടവർക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് നാളെ എനിക്ക് നെഞ്ചുവേദന ഉണ്ടായി, സുഹൃത്തുക്കളെല്ലാം കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കും. അവിടെ ചെല്ലുമ്പോഴും നിങ്ങൾ വന്നത് കൃത്യസമയത്ത് 5 മിനിറ്റ് ലേറ്റ് ആയപ്പോഴത്തേക്കും കൂടില്ല. വളരെ ഓപ്പറേഷൻ അത് നമ്മൾ 8-9 ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ഒക്കെ ചെയ്തു. പിന്നെ എന്നും ഈ മരുന്നും കഴിച്ച് പിന്നെ അവിടെ ഇരിക്കുക, കുറച്ച് കഴിയുമ്പോൾ പോകുന്നതാണ്. അതിൻ്റെ ആവശ്യമില്ല. ഈ ഓപ്പറേഷൻ വേണ്ട, ചികിത്സയും വേണ്ട, ഒന്നും വേണ്ട. നാച്ചുറൽ പ്രോസസ് when you die. അങ്ങനെയൊക്കെയുള്ള ഒരു വിധത്തിലും ഈശ്വര തിരുവിഷ്ടത്തിനെതിരായിട്ട് പോകരുത്. ജീവൻ തന്നവൻ ജീവൻ എടുക്കുമ്പോൾ നമ്മൾ പിന്നെ ആശുപത്രിയിൽ പോയ ജീവൻ കൊടുക്കാതിരിക്കുന്നതൊക്കെ അത് പ്രത്യേകിച്ച് ഈ വയസ്സൊക്കെ ആയി ചെറുപ്പക്കാരോട് ഓർക്കാം, നമുക്ക് ഇനിയാണല്ലോ എന്തെങ്കിലും ചെയ്യാം. 78 അല്ലെങ്കിൽ 80 കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പ്രൊളോങ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയാണ് എൻ്റെ ഉള്ളത്. പിന്നെ ഞാൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വിശ്വസിക്കുന്നില്ല. എന്നെപ്പോൾ ഞാൻ സന്യാസിയായിരുന്നു, ഈ ആസ്പത്രിയാണ്. അതുകൊണ്ട് ഞാൻ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ വിശ്വസിക്കുന്നില്ല. പ്രൈവറ്റ് പ്രോപ്പർട്ടി മിക്കവാറും എല്ലാ പ്രോബ്ലംസിനും കാരണം അതാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രങ്ങൾ തന്നെ വരികയാണെങ്കിൽ നമ്മൾ ഇന്ത്യ, അത് പാകിസ്ഥാൻ, അത് ചൈന, പിന്നെ അതിനുവേണ്ടി നമ്മൾ കിടന്ന് യുദ്ധം ചെയ്യുന്നു. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. ഞങ്ങൾ അവിടെ താമസിക്കും, ഞാനവിടെ താമസിക്കുന്നു. നമ്മുടെ ഇന്ന് യുദ്ധം ചെയ്യാൻ പോകും. വേൾഡ് ഈസ് വൺ ഫാമിലി. നമ്മുടെ വസുദൈവ കുടുംബകം എന്ന് നമ്മളെ പഠിപ്പിച്ച് നമ്മുടെ ഋഷിവര്യന്മാർ ആ ഒരു ദർശനം, വസുധ ഏവ കുടുംബകം. ഭൂമി ഒരു കുടുംബമാണ്. മനുഷ്യൻ മാത്രമല്ല, പക്ഷികൾ, പറവകൾ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, ഇതെല്ലാം കുടുംബത്തിൻ്റെ ഭാഗമാണ്. സിമ്പിൾ തിങ് ലൈക്ക് വൃക്ഷങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? 10 മിനിറ്റ് ജീവിക്കാൻ പറ്റില്ല. കാരണം ഈ ഓക്സിജൻ വേണം. ഈ ഓക്സിജൻ ഉണ്ടാക്കുന്നതാണ് വൃക്ഷങ്ങളല്ലേ ഫോട്ടോസിന്തസിസിലൂടെ ഉണ്ടാക്കും. അപ്പോൾ ഒരു വൃക്ഷം നമ്മെ സംബന്ധിച്ച് വളരെ അനിവാര്യമാണ് നമ്മുടെ നിലനിൽപ്പിന്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ പ്രകൃതിയിലെല്ലാം പരസ്പരം പൂരകമായിട്ട് കാണുന്നു. വൃക്ഷങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ വിത്തുണ്ടാകും. വിത്തുണ്ടാകണമെങ്കിൽ പോളിനേഷൻ നടക്കും. പോളിനേഷൻ നടക്കണമെങ്കിൽ നമുക്ക് തേനീച്ചയും അങ്ങനെയുള്ള ഈച്ചകൾ വേണം. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം പരസ്പരം പൂരകങ്ങളായിട്ട് പോകുന്ന ഒരവസ്ഥയാണ് തോന്നിയത്. അപ്പോൾ മനുഷ്യൻ മാത്രമേ ഈ പ്രകൃതിയുടെ നിയമത്തിനെതിരായിട്ട് പോകുന്നു. അവൻ മാത്രമേ അവൻ്റെ ആവശ്യത്തിൽ കൂടുതൽ ഹോർഡ് ചെയ്ത് വെക്കുക, പിടിച്ചടക്കി വയ്ക്കുക. ഒരു സിംഹം വിശക്കുമ്പോൾ മൃഗത്തെ കൊല്ലും. മൃഗം കൊല്ലില്ല ഒരിക്കലും. വിശക്കുമ്പോൾ മാത്രമേ സിംഹം ഒരു മൃഗത്തെ കൊല്ലുള്ളൂ. ഇനി അവനത് കൊന്നു കഴിഞ്ഞിട്ട് അവർ തിന്നിട്ട് ബാക്കിയോട് അവിടെ ഇട്ടിട്ട് അവൻ പോവാണ്. അല്ലാതെ അത് വാരി കെട്ടി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കുന്നു. അത് മനുഷ്യൻ മാത്രമേ ചെയ്യുള്ളൂ. ഇനി അവനവിടെ ഇട്ടിട്ട് പോവും. അത് പിന്നെ കൊടുക്കണം. ഫൈനായപ്പോൾ നോക്കിയിരിക്കുക, അവന്മാർ അവിടെ ലൈഫുണ്ട്. ഇവൻ ചെന്നിട്ട് പോയി കഴിയുമ്പോൾ അവരെല്ലാം ഒരു ആവശ്യം. പിന്നെ ബാക്കിയുള്ളത് കഴിവുമാരൊന്നും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി എല്ലാം പരസ്പരം പങ്കുവച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മനുഷ്യൻ മാത്രമേ ഇങ്ങനെ